രാവിലെ തന്നെ അനീഷ് അനുമോളെയും വിളിച്ച് ഗാർഡൻ ഏരിയയിൽ കൊണ്ടുപോയിട്ട് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇങ്ങനെ മിണ്ടാതെ എത്ര ദിവസം ഇരിക്കും? ഇങ്ങനെ ഇരിക്കും തോറും ടെൻഷനുകൾ കൂടി ഒരു വിഷാദ രോഗത്തിൻ്റെ ആ ഒരു സ്റ്റേജ് എത്തും. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം ചേട്ടാ, എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്ക് സന്തോഷമാണ്. കാരണം ചേട്ടനും ഇന്നലെ എനിക്ക് നല്ലത് പറഞ്ഞു തന്നു, പിന്നെ ബിഗ് ബോസ് എനിക്ക് മോട്ടിവേഷൻ തന്നു. അങ്ങനെ ഞാൻ ഹാപ്പിയാണ്. ഞാനിപ്പം എൻ്റെ ഞാൻ എയർപോർട്ടിൽ ചെല്ലുന്നതും വീട്ടുകാരുടെ അച്ഛൻ്റെയും ചേച്ചിയുടെയൊക്കെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ സന്തോഷിച്ചിരിക്കുക. എനിക്കങ്ങനെ ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് അതിന് അഡിക്റ്റായൊന്നും ഞാൻ പോകത്തില്ല. കാരണം ഞാൻ ഒരുപാട് വിഷമങ്ങളൊക്കെ നേരിട്ടതാണ്. അപ്പോൾ അതേന്നും പറഞ്ഞിരിക്കത്തില്ല. ആ സമയത്തൊരു ദേഷ്യം, വിഷമം അത് ഓർക്കത്തുള്ളൂ. പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. ഇപ്പം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ആലോചിക്കുന്ന സന്തോഷകരമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പം നെവിൻ കൊണ്ട് ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്ന അനിമോൾക്ക്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, പോയി പഞ്ചസാര ഇട്ട് കുടിച്ചോളാം. അപ്പം അനീഷ് പറയുന്നത് കണ്ട, അവന് എത്ര ആ ഒരു ദേഷ്യത്തിന് എന്തൊക്കെ ചെയ്തതാ, പക്ഷെ അവൻ്റെ മനസ്സിൽ ആ സ്നേഹം കണ്ട. ഇവിടെ കൊണ്ട് ആ പാല് തന്നിട്ട് പഞ്ചസാര ഇട്ട് കുടിച്ചോളാൻ പറഞ്ഞത് എന്താണ്? അതൊരു സ്നേഹമാണ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയാം. പിന്നെ ചേട്ടാ, ഞാൻ ആരോടും ആ ഒരു വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. അത് അപ്പം തന്നെ കളഞ്ഞ്. ഇവിടെ നടക്കുന്നതെല്ലാം ഇവിടെ ഇട്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ ആരോടും പിണക്കൊന്നുമില്ല. പിന്നെ ആദില, നൂറ അവർ ഞാൻ പറയാത്തത് പറഞ്ഞ് അവരോട് എനിക്ക് മിണ്ടാൻ ഒരു ഇതുണ്ട്, താല്പര്യക്കുറവുണ്ട്. പിന്നെ ഷാനവാസ്ക്ക് അടുത്തൊക്കെ മിണ്ടി. ഇന്നലെ ഷാനവാസ്ക്ക് എന്നെയും അനീഷേട്ടനെയും വെച്ച് കളിയാക്കിയില്ലേ, മിണ്ടി. അക്ബറിനോട് എല്ലാവരോടും ഞാൻ മിണ്ടി. ഇവരോട് മാത്രമേ മിണ്ടാതുള്ളൂ. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, എനിക്ക് താല്പര്യമില്ല ഒട്ടും എന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അപ്പം വെറുതെ എല്ലാവരോടും പിണങ്ങിയിട്ടൊന്നും പോകണ്ട എന്ന് പറയുന്നു. അപ്പം അനിമോൾ പറയണ, ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മൾ എപ്പോഴും ഓർക്കണം, നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ അവിടെ നിന്നൊരു വിഷമങ്ങളുണ്ടാവും എന്നൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ അതിനായിട്ട് ഇതാക്കാൻ. അങ്ങനെയാണ് ഞാനൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞു, അതൊക്കെ നല്ല കാര്യമാണെന്ന് പറയുന്നത്. അപ്പം നെവിൻ വന്നപ്പോൾ പിന്നെ നെവിൻ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അനീഷ് എണീറ്റ് വന്നു. പോകുന്ന വഴി അനിമോൾ കുടിച്ച ഗ്ലാസ് ചോദിക്കും. അവൻ ഇനിയുണ്ടോ, ഞാൻ കഴുകി വെക്കാമെന്ന് പറയുന്നത്. അപ്പം അനിമോൾ കൊടുക്കുന്നില്ല. അനീഷ് നിർബന്ധിച്ച് ആ ഗ്ലാസ് മേടിച്ചുകൊണ്ട് കഴുകി വെക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.